ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രതിപക്ഷം ഉയർത്തിയ അതേ കാര്യങ്ങൾ WCCയും ഉയർത്തി. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവ് തെറ്റാണെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. റിപ്പോർട്ട് 4.5 വർഷം മറച്ചുവെച്ച മുഖ്യമന്ത്രി ചെയ്തത് കുറ്റകരമായ കാര്യമാണ്. ഗുരുതരമായ കുറ്റം സർക്കാർ ചെയ്തുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺക്ലേവ് സ്ത്രീത്വത്തിനെതിരായ നടപടിയാണ്. ഇരകളായ സ്ത്രീകളെ ചേർത്ത് പിടിക്കാൻ ആരെയും കണ്ടില്ലല്ലോ. ഇരകൾ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. കേസെടുക്കാൻ പറ്റില്ലെന്ന് ബെഹ്റയുടെ ഉപദേശം സർക്കാർ ആഗ്രഹിച്ചതാണ്. ബെഹ്റയല്ല കേസെടുക്കണോ വേണ്ടിയോ എന്ന തീരുമാനം അറിയിക്കേണ്ടത്. ഇരകളുടെ അഭിമാനം സംരക്ഷിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും സതീശൻ പറഞ്ഞു. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗണേഷ് കുമാറിന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. രാഷ്ട്രീയമായല്ല, സ്ത്രീ വിഷയമായിട്ടാണ് ഇതിനെ കാണുന്നത്. സർക്കാർ നടത്തുമെന്ന് പറയുന്ന കോൺക്ലേവ് തട്ടിപ്പാണ്. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൗനം തുടരുകയാണ് മലയാള സിനിമാ താരസംഘടനയായ അമ്മ. എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് നിലപാട് വ്യക്തമാക്കാമെന്നാണ് സംഘടനയുടെ വിശദീകരണം. എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ തീയതി ഇനിയും തീരുമാനിച്ചിട്ടില്ല. റിപ്പോർട്ട് പഠിച്ച് മാത്രമേ വിശദമായ മറുപടി ഉണ്ടാകൂവെന്നാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. സിനിമാ മേഖലയിലെ നല്ലതിനായി സർക്കാർ നടത്തുന്ന ഏതു നീക്കത്തിനും പിന്തുണയുണ്ടാകുമെന്നും സിദ്ദിഖ് പ്രതികരിച്ചു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാള സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ ആവശ്യം പരിഗണിച്ചാണ് 2017 നവംബർ 16 സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റി രൂപീകരിച്ചത്. ആകെ 233 പേജുകളുള്ള റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നത്. സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കി. 49 പേജിലെ 96 പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സർക്കാർ ചെയ്യാൻ പോകുന്നത് ഈ ആരോപണ വിധേയരായ ആളുകളെയും ഇരകളെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്താൻ പോവാണ്. അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു. അത് തന്നെയാണ് WCC പറയുന്നത്. അവരാണ് ഈ വിഷയം, ഈ സിനിമാ രംഗത്ത് നടക്കുന്ന, തൊഴിലിടത്ത് നടക്കുന്ന ക്രൂരമായ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും ഈ ലഹരി ഉപഭോഗത്തെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അവർ കൊടുത്ത മൊഴിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവർ കൊടുത്ത മൊഴി പെൻഡ്രൈവായി, തെളിവ് വാട്സപ്പ് മെസ്സേജായി, അവരുടെ മൊഴികളായി അവിടെ ഇരിക്കുകയാണ് സർക്കാരിന്റെ കയ്യിൽ. എന്നിട്ട് സർക്കാർ അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഭാരതീയ ന്യായ സംഹിതയുടെ 199ാമത് വകുപ്പൊന്ന് വായിക്കണം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അത് മറച്ചു വയ്ക്കാതെ അപ്പം തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ്, അന്വേഷണം നടത്തി കേസെടുക്കണമെന്നാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. ചെയ്തില്ലെങ്കിൽ സർക്കാർ 4.5 വർഷമായിട്ട് ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര ഈ തൊഴിലിടത്തിൽ നടന്നു എന്ന് സർക്കാരിന് അറിവ് കിട്ടിയിട്ടും അത് മറച്ചുവെച്ച് ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ 199ാമത് വകുപ്പ് വഴി കുറ്റകരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അപകടകരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. സർക്കാർ യഥാർത്ഥത്തിൽ വേട്ടക്കാരോടൊപ്പമാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 4.5 കൊല്ലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയും സുപ്രീം കോടതിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമാണ്, അത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ലൈംഗിക ചൂഷണത്തിന് ഇരയാവുന്ന ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത്. അത് ആർക്കാ അറിയാൻ പാടുള്ളത്? നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അറിയാം, എല്ലാവരും അല്ലേ. അതിജീവിത എന്നാണ് പറയുന്നത്, വടക്കേ ഇന്ത്യയിൽ നിർഭയ എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ സ്ഥലപ്പേര് പറയായിരുന്നു, ഇപ്പൊ സ്ഥലപ്പേര് പോലും പറയാൻ പാടില്ല. ഒരു തരത്തിലും ഇര ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. അവരെ ബന്ധുക്കളെ പോലും പേര് പറയാൻ പാടില്ല. അത്രയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്.